ആദ്യം ഞാൻ ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാര്യയിലേക്ക് പോകുന്നു. ശ്രീ PDT ആചാര്യ, വെരി ഗുഡ് ഈവനിങ്. ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി 4ാമത്തെ ദിവസവും തടസ്സപ്പെടുകയാണ്. ഇന്ന് പ്രവർത്തിച്ചത് 20 മിനിറ്റാണ്, ഇന്നലെ പ്രവർത്തിച്ചത് 13 മിനിറ്റ്, മെനഞ്ഞാന്ന് 6. മൊത്തം കൂടി 4 ദിവസം ആകെ ലോക്സഭ പ്രവർത്തിച്ചിരിക്കുന്നത് 56 മിനിറ്റാണ് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മണിപ്പൂർ വിഷയം, സംഭാൽ വിഷയം, അദാനിയുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്, ഇതെല്ലാം അടിയന്തര പ്രമേയ നോട്ടീസുകളായി അവതരണാനുമതി ആവശ്യപ്പെട്ട സന്ദർഭത്തിലാണ് സ്പീക്കർ ഓം ബിർള ഇതെല്ലാം നിഷേധിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുകയാണോ സ്പീക്കർ? അഥവാ ലോക്സഭാ സ്തംഭനം ഇങ്ങനെ തുടരുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമാണോ? ശ്രീ PDT ആചാര്യ. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാർലമെന്റ് സുഗമമായി പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. 17ാം ലോക്സഭയിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മിക്കവാറും ഒക്കെ. ഇപ്പോൾ 18ാം ലോക്സഭയിലും അത് തന്നെ ആവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഈ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് പാർലമെന്റ് സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. കാരണം പാർലമെന്റിൽ ഗവൺമെന്റ് ബിസിനസ്സാണ് പ്രാമുഖ്യം നൽകപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് ആണ് പാർലമെന്റ് സുഗമമായി നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെയാണ്. ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? പ്രതിപക്ഷം ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതാനും വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കണം എന്നാവശ്യപ്പെടുകയും ഗവൺമെന്റ് അതിന് തയ്യാറല്ല എന്ന് കാണിക്കുന്നു. അതോടുകൂടി ബഹളം തുടങ്ങുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. 40 വർഷത്തോളം ഞാൻ ഈ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പാർലമെന്റ് നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്രക്രിയയിൽ ഭാഗഭാക്കായ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാവുമായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് പ്രതിപക്ഷത്തോട് അത്ര വലിയൊരു ബഹുമാനമൊന്നും ഉണ്ടായിരുന്നതായി നമുക്കറിയത്തില്ല. എന്നാൽ പോലും പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുമുള്ള ശ്രമം അന്നൊക്കെയും ഉണ്ടായിരുന്നു. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ വളരെ പ്രധാനമായ പങ്ക് അന്ന് വഹിച്ചിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്റർവെൻഷൻ, അതായത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് പാർലമെന്റ് അഫയേഴ്സ് മിനിസ്റ്റർ. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ, ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ഇഫക്റ്റീവായ ഒരു ഇന്റർവെൻഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും അതുവഴി ഈ ടെൻഷനൊക്കെ ഡിഫ്യൂസ് ചെയ്ത് പാർലമെന്റ് സുഗമമായി നടത്തിക്കൊണ്ട് പോകുവാൻ കഴിയുകയും ചെയ്തിരുന്നു. അതാണ് നമ്മുടെ ഒരു അനുഭവം. അതെ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഗവൺമെന്റ് അതിൽ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ, ഇവർക്കൊക്കെ അതിൽ വളരെ സുപ്രധാനമായ ഒരു പങ്കാണ് അതിൽ വഹിക്കാനുള്ളത്. ശ്രീ PDT ആചാര്യ, ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പറഞ്ഞു വരട്ടെ, ഞാൻ വിശദീകരിച്ച് പറയാം. ഓ ശരി, ഓക്കെ. Let me complete it. പ്രധാനമന്ത്രി അതിനൊരു മുൻകൈ എടുത്താൽ സാധിക്കുകയില്ല എന്ന് ഓപ്പോസിഷനിൽ പ്രതിപക്ഷത്ത് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഒരു പൊസിഷനാണല്ലോ. അദ്ദേഹത്തിനൊരു വളരെ വലിയ മോറൽ റെസ്പോൺസിബിലിറ്റിയും ഉള്ളയാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം ഉണ്ടാകും എന്നുള്ളതിന് കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മുടെ ഒരു അനുഭവം. അപ്പോൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് എന്താണ് അവരുടെ ഒരു റോള്?
ഇങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യുന്നതിൽ പ്രതിപക്ഷത്തിനുള്ള റോൾ എന്താണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പ്രതിപക്ഷം 18ാം ലോക്സഭയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് 17ാം ലോക്സഭയിലെ പ്രതിപക്ഷത്തിനേക്കാളൊക്കെ വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഒരു പ്രതിപക്ഷമാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ നമുക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മാത്രം ലീഡറല്ല, പ്രതിപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ലീഡറായിട്ടാണ് ആ ഒരു പൊസിഷനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാം, ഈ ടെൻഷനായി വരുത്താൻ വേണ്ടി. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് നേരിട്ട് ഒരു ടെലിഫോൺ എടുത്ത് സംസാരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, പ്രധാനമന്ത്രിയോട് സംസാരിക്കാം. അങ്ങനെ ഈ കാര്യത്തിൽ ഈ ടെൻഷനൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് പാർലമെന്ററി സിസ്റ്റം, ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു മാക്സിമലിസ്റ്റ് പൊസിഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ പാർലമെന്റ് പ്രവർത്തിക്കുകയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു പക്വത രണ്ട് സൈഡിലും കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് അതിനകത്ത് പറയാനുള്ളത്. Debate with Dr. Arun Kumar.